P is the mean velocity of flow, mean velocity of flow of water, flow of water. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് നാലാമത്തെ ടൈപ്പ് ഓഫ് ഫ്ലോ ആണ് സബ്ക്രിട്ടിക്കൽ, സബ്ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. സബ്ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. Subcritical, critical and supercritical flow. ഓക്കെ, നമുക്ക് ഇവിടത്തെ ഈ സബ് ക്രിട്ടിക്കൽ എന്താണ്, ക്രിട്ടിക്കൽ എന്താണ്, സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറയുന്ന ഫ്ലോ എന്താണെന്ന് അറിയുന്നത് നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ പഠിച്ച പോലെ വേറൊരു ടൈപ്പ് നമ്പർ ഇവിടെ പഠിക്കാൻ പോവാം. അതിൻ്റെ പേരാണ് ഫ്രൂട്ട്സ് നമ്പർ. FROUDE, ഫ്രൂട്ട്. ഫ്രൂട്ട് നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മളിവിടെ പഠിക്കാൻ പോവാം. അതിനെ ഡിനോട്ട് ചെയ്തേക്കുന്നതാണ് FE വെച്ചാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഈ ഫ്രൂട്ട് നമ്പർ എന്ന് പറയുവാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ എന്തായിരുന്നു പഠിച്ചത്? ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ് എന്നാണല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത്. ഈ ഫ്രൂട്ട് നമ്പർ എന്ന് പറയുവാണെങ്കിൽ ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയും. ഇതിനെയാണ് ഫ്രൂട്ട് നമ്പർ എന്ന് പറയുന്നത്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ V/√G/D, ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്. ഫ്രൂട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഗ്രാവിറ്റി ഫോഴ്സ് ആയിരിക്കും വരുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷൻസ് വഴിയിലാകുമ്പോൾ V/√G/D എന്നായിരിക്കും വരുന്നത്. ഇതിൻ്റെ അകത്ത് വിക്ക് പറയുന്ന പേരാണ് മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ. mean velocity of flow. D എന്ന് പറയുവാണെങ്കിൽ പറയുന്ന പേരാണ് hydraulic depth of the channel. hydraulic depth of the channel, depth of the channel അതെന്ന് പറയുന്നത് ഈക്വൽ ടു wetted area divided by wetted area divided by top width of the channel. top width of channel. നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. ഫ്രൂട്ട് നമ്പർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. എന്താണ് ഫ്രൂട്ട് നമ്പർ എന്ന് പറയുകയാണെങ്കിൽ ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതിൻ്റെ അകത്തുനിന്ന് അതിന് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V/√GD എന്നായിരിക്കും. ഇതിൻ്റെ അകത്ത് V എന്ന് പറയുന്നത് മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ആയിരിക്കും. D എന്ന് പറയുന്ന ഹൈഡ്രോളിക് ഡെപ്ത് ഓഫ് ദ ചാനൽ എന്നായിരിക്കും. അതിനെ തന്നെ ഡിനോട്ട് ചെയ്യുന്ന അത് പറയുന്നത് എങ്ങനെയായിരിക്കും? റേഷ്യോ ഓഫ് വെറ്റഡ് ഏരിയ ഡിവൈഡ് ബൈ ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ. ഒന്ന് എഴുതിയെടുത്തേ എല്ലാവരും ഈ ഫ്രൂട്ട് നമ്പർ എന്താണെന്നും ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതിയെടുത്തേ. എഴുതിക്കോ. If fruit number is less than 1, അപ്പോൾ വിളിക്കുന്ന ഫ്ലോയെ വിളിക്കുന്ന പേരാണ് സബ്ക്രിട്ടിക്കൽ ഫ്ലോ. സബ്ക്രിട്ടിക്കൽ ഫ്ലോയിങ്. If fruit number is equal to 1, അപ്പോൾ വിളിക്കുന്ന ഫ്ലോ ആണ് ക്രിട്ടിക്കൽ ഫ്ലോ. ക്രിട്ടിക്കൽ ഫ്ലോ. ഇനി ഫ്രൂട്ട് നമ്പർ ഗ്രേറ്റർ ദാൻ 1 വരുവാണെങ്കിൽ ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. എന്തായിരുന്നു? ഫ്രൂട്ട് നമ്പർ വെച്ചിട്ടായിരുന്നു നമ്മൾ സൂപ്പർ ക്രിട്ടിക്കലും സബ് ക്രിട്ടിക്കലും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഫ്ലോ എന്നും പറയുന്നത്. ഇപ്പോൾ ഫ്രൂട്ട് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ഫ്ലോ എന്ന് പറയുന്നത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്നും, ഫ്രൂട്ട് നമ്പർ ഈക്വൽ ടു 1 ആണെങ്കിൽ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്നും, ഫ്രൂട്ട് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ വിളിക്കുന്ന പേരാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്നും. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെയൊക്കെ വേറെ പേരുകളുണ്ട്. ഈ സബ് ക്രിട്ടിക്കൽ ഫ്ലോയുടെ വേറൊരു പേരാണ് ട്രാങ്ക്വിൽ ഫ്ലോ
or a streaming flow. Triangle flow or a streaming flow. ഈ പേരുകൾ തിരിഞ്ഞ് മാറിപ്പോകരുത്, അതുപോലെ ഓർത്തിരിക്കണം. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ട്രയാങ്കിൾ ഫ്ലോ എന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾക്ക് പറയുന്നത്. ഇനി അടുത്തത് സൂപ്പർ ക്രിട്ടിക്കലിനുമുണ്ട് വേറൊരു 2 പേര്. ഫസ്റ്റ് വണ്ണാണ് ഷൂട്ടിംഗ് ഫ്ലോ. പിന്നെ രണ്ടാമത്താണ് റാപ്പിഡ് ഫ്ലോ. നാലാമത്തെ പേരാണ് ടൊറൻഷ്യൽ. ഫ്ലോ എന്തായിരുന്നു? ഫ്ലൂയിഡ് നമ്പർ <1 വരുമ്പോൾ വിളിക്കുന്ന പേരാണ്, ഫ്ലോയെ വിളിക്കുന്ന പേരാണ് എന്താണ്? സബ് ക്രിട്ടിക്കൽ ഫ്ലോയെ. അതിൻ്റെ തന്നെ വേറെ പേരെന്താണ്? ട്രയാങ്കിൾ ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീമിംഗ് ഫ്ലോ എന്നും. ഇപ്പോൾ ഫ്ലൂയിഡ് നമ്പർ =1 വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്നും. ഇപ്പോൾ ഫ്ലൂയിഡ് നമ്പർ >1 വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോ അല്ലെങ്കിൽ റാപ്പിഡ് ഫ്ലോ അല്ലെങ്കിൽ ടൊറൻഷ്യൽ ഫ്ലോ. ഇത്രയായിരിക്കും നമുക്ക് ഇതിൻ്റെ പേര്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ഓർത്ത് വെച്ചോണം. കേട്ടല്ലോ? ഇത്രയും പഠിച്ചതാണ് നമ്മുടെ എന്തായിരുന്നു ടൈപ്സ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ. എന്തൊക്കെയായിരുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? സ്റ്റഡി ഫ്ലോ ആൻഡ് അൺസ്റ്റഡി ഫ്ലോയെ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ എന്നെ സ്റ്റഡി ഫ്ലോ എന്നും, ചേഞ്ച് ചെയ്യുവാണെങ്കിൽ എന്നെ വിളിക്കുന്ന പേരായിരുന്നു എന്താ? അൺസ്റ്റഡി ഫ്ലോ എന്ന്. പിന്നെ പഠിച്ചാണ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോയെ. പിന്നെ പഠിച്ചെന്തായിരുന്നു? നോൺ യൂണിഫോം ഫ്ലോയുടെ 2 ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോയും ഗ്രാജുവലി വേരിയഡ് ഫ്ലോ എന്ന്. പിന്നെ പഠിച്ചാണ് ലാമിനാർ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും. പിന്നെ അത് കഴിഞ്ഞ് പഠിച്ചതാണ് സബ് ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. ഇത്രയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ. ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ചാനൽ. ക്ലാസിഫിക്കേഷൻ ഓഫ് ചാനൽ. നമുക്ക് ചാനലിനെ ഒറ്റ ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഏതാണ്? പ്രിസ്മാറ്റിക് ആൻഡ് നോൺ പ്രിസ്മാറ്റിക് ചാനൽ. പ്രിസ്മാറ്റിക് ആൻഡ് നോൺ പ്രിസ്മാറ്റിക് ചാനൽ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രിസ്മാറ്റിക് ചാനൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു ചാനലുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ഇപ്പോൾ ഷേപ്പ് നൽകാലം ഞാൻ വിചാരിക്കും. ഇപ്പോൾ ട്രപ്പീസോയിഡൽ ഷേപ്പിലുള്ള ഒരു ചാനലാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സൈഡെല്ലാം ഞാൻ എന്താണ് കോൺക്രീറ്റും വെച്ചിട്ട് ഞാൻ എന്താണ് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫുള്ള് ലെങ്തിലും. അപ്പോൾ എന്തായിരിക്കും ഇതിനകത്ത് കൊടുക്കുന്ന ഇതിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ത്രൂ ഔട്ട് ചാനലിന് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ വരുന്ന ചാനലിനെയാണ് നമ്മളെന്താണ് പ്രിസ്മാറ്റിക് ചാനൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. എഴുതിക്കോ. ചാനൽ വിത്ത് കോൺസ്റ്റൻ്റ് ക്രോസ് സെക്ഷൻ ആൻഡ് സ്ലോപ്പ്. എക്സാമ്പിൾ എഴുതിക്കോളാം. ലൈൻഡ് കനാൽ ഓർ ചാനൽ. ലൈൻഡ് എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ സൈഡ് നമ്മൾ കോൺക്രീറ്റിൻ്റെ ഒരു ലെയർ കൊടുത്തു എന്നാണ് അർത്ഥം. ഇനി അടുത്തതാണ് രണ്ടാമത്താണ് നോൺ പ്രിസ്മാറ്റിക് ചാനൽ. ഇതിൻ്റെ അകത്തുനിന്ന് പറയുവാണെങ്കിൽ ഇപ്പം ഞാനിപ്പം മണ്ണിൻ്റെ ജസ്റ്റ് ഒരു ചാനൽ കട്ട് ചെയ്തെടുത്തു. നമ്മളിപ്പോൾ എന്താണ് കുറേ നാൾ കഴിയുമ്പോൾ എന്തായിരിക്കും ഈ സൈഡിലെ മണ്ണൊക്കെ എന്താണ് ഇവിടെ സൈഡിലൊക്കെ ഇളകി വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. പലയിടത്തും ഇപ്പോൾ ഒരേപോലാണല്ലോ ആയിരിക്കത്തില്ലല്ലോ മണ്ണിടിഞ്ഞ് വീഴുന്നത്. പലയിടത്തും പല റേഷ്യോയിലായിരിക്കും വീഴുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ക്രോസ് സെക്ഷനും അതുപോലെ തന്നെ സ്ലോപ്പോ എന്ന് പറയുന്നതൊക്കെ എന്തായിരിക്കും? നോട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ നോൺ പ്രിസ്മാറ്റിക് ചാനൽ എന്ന് പറയുന്നത്. ചാനൽ വിത്ത് നോ കോൺസ്റ്റൻറ്റ് ക്രോസ് സെക്ഷൻ ആൻഡ് സ്ലോപ്പ്. ചാനൽ വിത്ത് നോ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ അൺകോൺസ്റ്റൻ്റ് എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നോ കോൺസ്റ്റൻറ്റ് ക്രോസ് സെക്ഷൻ ആൻഡ് സ്ലോപ്പ്. ഇതിൻ്റെ എക്സാമ്പിളാണ് അൺലൈൻ
ഇതിൻ്റെ അകത്ത് എക്സാമ്പിളാണ് അൺലൈൻഡ് കനാൽ ഓർ ചാനൽ. ബാക്കി പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ദിവസം പഠിപ്പിക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ത്രൂ ഓപ്പൺ ചാനൽസ് ആണ്. 3 ഇക്വേഷൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ.